ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നല്ല പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു. രാവിലെ തന്നെ വാപ്പിച്ച് പൊറോട്ടയും വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ ചിക്കൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്. ദാ പൊറോട്ടയിൽ നിന്ന് ഒരു പീസ് ഇങ്ങനെ നുള്ളി പറിച്ചെടുത്ത്, പൊറോട്ടയാണെങ്കിൽ കറിയിൽ ഇങ്ങനെ കുതിർന്ന് അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ഒരു പീസും നുള്ളി എടുത്ത് വെച്ച് നന്നായി അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ചിലവർക്കൊക്കെ പൊറോട്ടയോടൊപ്പം ബീഫ് കറിയോ ഫിഷ് കറിയോ ഒക്കെ ആയിരിക്കും ഇഷ്ടമുണ്ടാവുക. എന്നാലും ഈ ഒരു കോമ്പിനേഷൻ താല്പര്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നൊരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. ഇനി ഉച്ചയ്ക്ക് എന്താണെന്ന് നോക്കാം. പൊതിച്ചോറ് കേട്ടാൻ ആദ്യം തന്നെ വാഴയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 3 കോരി ചോറ് ഇട്ട് കൊടുക്കുക. ഓരോരുത്തർക്ക് ആവശ്യാനുസരണം ചോറ് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായി ഒതുക്കി തന്നെ വെക്കണം. ഇനി ഒരു സൈഡിലോട്ട് ക്യാബേജ് തോരനാണ് വെക്കണത്. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അപ്പോഴേ ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങുള്ളൂ. ഇനി മീൻ പൊരിച്ചതാണ്. അപ്പോൾ അയില മീൻ മുഴുവനായിട്ട് പൊരിച്ച് അതിൻ്റെ ഒരു പകുതി പീസാണ് നമ്മൾ വെച്ച് കൊടുക്കണത്. പിന്നെ കുറച്ച് മാങ്ങച്ചാറുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റ് അച്ചാറാണ്. അതും കൂടെ വെച്ച് ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമുക്കുള്ളത് ചമ്മന്തിയാണ്. അതൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ്, വേപ്പില ചമ്മന്തി. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒതുക്കി നമ്മൾ വാഴ കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ 2 പൊതികളാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കൂടെ തന്നെ മീൻകറിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്താത്താക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയാണ്. ഇങ്ങനെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് അല്ലേ. പിന്നെ വൈകിട്ട് അൽഫാം ഓർഡർ ചെയ്ത് കഴിച്ചു. ഇനി രാത്രിയാണെങ്കിൽ നല്ല മത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വാഴയിൽ തന്നെ പൊള്ളിച്ചെടുത്ത് കുറച്ച് കുരുമുളകും പെരിഞ്ചീരകവും 3-4 വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ആ മസാലയാണ് ഈ മീനിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ വാഴയിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഈ മീനൊക്കെ നിരത്തി വെച്ച് കൊടുക്കാൻ. പിന്നെ നമ്മൾ ഓരോ ഭാഗവും വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഓയിൽ കണ്ടൻറ്റും അധികം ഇല്ല, ഹെൽത്തിയാണ്. എന്നാൽ ഇതും കൂട്ടി കഴിക്കാം അല്ലേ. അപ്പോൾ നല്ല അയിലക്കറിയും പിന്നെ ഉണക്കപ്പയർ ഉപ്പേരിയും പിന്നെ നമ്മൾ പൊള്ളിച്ചെടുത്ത മത്തിയും അതിൻ്റെ പൽനീനും മാങ്ങച്ചാറും കൂടെ ഉണ്ട്. മീൻകറി ചോറിൽ നല്ല പോലെ കുഴച്ചെടുത്ത് പിന്നെ കുറച്ച് പയർ തോരനും കൂടെ വെച്ച് ആ കറിയിലെ മീൻ്റെ ഒരു പീസും നുള്ളിയെടുത്ത് ആ മാങ്ങച്ചാറും കൂടെ മിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ സ്പെഷ്യൽ മത്തി പൊരിച്ചത്, ഒരു രക്ഷയില്ലാത്ത ഐറ്റം, അതും കൂടെ വെച്ച് നന്നായി അങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കഴിച്ചു നോക്കി. അപ്പോൾ നിങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.